ആകാശ ഭീമൻ പറന്നിറങ്ങുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന നാഴികക്കല്ല് തന്നെയാണ് ഈ നിമിഷം. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അതെ, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഒരു വമ്പൻ നേട്ടത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ 2026 ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുടെ വർഷമാണ്. അതെ, രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും വമ്പൻ നേട്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 സെപ്റ്റംബറിൽ രാജ്യത്തൊരു വലിയ സംഭവം അരങ്ങേറാൻ പോവുകയാണ്. വഡോദര ഫാക്ടറിയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച C-295 എന്ന സൈനിക ഗതാഗത വിമാനം പുറത്തിറങ്ങുകയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറാണ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. ഈ ഒരു നേട്ടത്തിലൂടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഫലം കണ്ടു എന്ന് തന്നെ പറയണം. സ്പെയിനുമായി കൈകോർത്താണ് ഈ ഒരു വമ്പൻ പദ്ധതി നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ C-295 പദ്ധതിയെ ഇന്ത്യ സ്പെയിൻ പ്രതിരോധ വ്യാവസായിക സഹകരണമായി നമുക്ക് കാണാം. ഈ ഒരു വമ്പൻ കരാറിന്റെ മൂല്യം എത്രയാണെന്ന് അറിയണ്ടേ? 21,935 കോടി രൂപയാണ് ഈ വമ്പൻ കരാറിന്റെ മൂല്യം. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് എന്ന കമ്പനിയുമായി 56 C-295 വിമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ വ്യോമസേന കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ ആഗോളതലത്തിൽ വലിയ ബന്ധമാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധത്തിൽ മാത്രമല്ല, പല മേഖലകളിലും പല രാജ്യങ്ങളുമായും ഇന്ത്യ മഹാരാജ്യം വേരുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ IT, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ എന്നിവയിലൂടെ സ്പെയിനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി രാജ്യത്തിന് കൂടുതൽ ബിസിനസ് സാധ്യതകൾ തുറന്നു കിട്ടും എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്പെയിനുമായി ഇന്ത്യക്കുള്ള ബന്ധത്തിലൂടെ ഇരു രാജ്യങ്ങളുടെയും സംസ്കാരവും പരസ്പരം കൈമാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. സ്പെയിനിൽ നമ്മുടെ ഇന്ത്യയുടെ യോഗയും ആയുർവേദത്തിന്റെയും ഒക്കെ ജനപ്രീതി വലിയ തരത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്പാനിഷ് ഭാഷയിലുള്ള താല്പര്യവും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളർന്നു വരുന്ന മറ്റൊരു കാര്യമാണ് ടൂറിസം മേഖല എന്ന് പറയുന്നത്. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ടൂറിസം സാധ്യതകൾ വളർത്തിയെടുക്കുന്നതിലൂടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനവധി മേഖലകൾക്കും വളർച്ച സംഭവിക്കുമെന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന വിമാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ പറന്നിറങ്ങാൻ പോകുന്ന വമ്പൻ വിമാനം നമ്മുടെ ടാറ്റയാണ് നിർമ്മിക്കുന്നത് കേട്ടോ. നമ്മുടെ വഡോദരയിലുള്ള ടാറ്റയുടെ ഫെസിലിറ്റിയിൽ നിർമ്മിക്കുന്ന C-295 എന്ന ഈ വിമാനം നമ്മുടെ ഇന്ത്യയുടെ പഴക്കം ചെന്ന ആവ്രോ 748 എന്ന വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് വരിക. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ആധുനികവൽക്കരണത്തെയാണ് എടുത്തു കാണിക്കുന്നത്. എയർബസ് C-295 ഒരു മീഡിയം റേഞ്ച് ട്വിൻ എഞ്ചിൻ ടർബോപ്രോപ്പ് ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ്. ഇത് ആദ്യം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് സ്പാനിഷ് എയറോസ്പേസ് കമ്പനിയായ കാസയാണ്. ഇതിപ്പോൾ യൂറോപ്യൻ മൾട്ടിനാഷണൽ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഡിവിഷന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ഒരു വിമാനം ഒരു ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞുതരാം. ഒരു തന്ത്രപരമായ ഗതാഗത വിമാനം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ ഹ്രസ്വ മധ്യദൂര ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതൊരു വൈവിധ്യമാർന്ന സൈനിക വിമാനം തന്നെയാണ്. സൈനികരെയും ചരക്കുകളെയും ഉപകരണങ്ങളെയും നേരിട്ട് ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ഉപയോഗം. ചെറിയ ദൂരത്തിലേക്കുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച C-295 പുറത്തിറക്കാനുള്ള പാതയിലായതോടെ പദ്ധതി IAF പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇടത്തരം ഗതാഗത വിമാന നിർമ്മാണത്തിലുള്ള ഒരു കേന്ദ്രമായി ഇന്ത്യയെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇന്ത്യക്കായി സ്പെയിൻ സാങ്കേതിക കൈമാറ്റത്തിലും ഇന്ത്യയുടെ കഴിവിനെ വളർത്തുന്ന കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം. സ്പെയിനിന്റെ ഈ ഒരു സമീപനം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി നല്ല രീതിയിൽ യോജിച്ചു നിൽക്കുന്നതാണ്.